നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. 1/7/2024 ഇന്ന് ഇന്ത്യയിൽ നിയമ സംവിധാനങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും താണ്ഡവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ പെട്ടെന്നുള്ള ഈ നിയമ സംവിധാനങ്ങളുടെ മാറ്റം ചില ക്രിമിനൽ മാഫിയകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും വൻ ഗുരുതരാവസ്ഥയാണ് വരാനിരിക്കുന്ന കാലം. കേന്ദ്ര നിയമങ്ങളൊന്നും ഈ കേരളത്തിൽ പുല്ലുവിലയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നവർക്കും ചിന്തിപ്പിക്കുന്നവർക്കും വേണ്ടി പറയുന്നു. എന്നാൽ ഈ സംഭവം വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഭാരതീയ ന്യായ സംഹിത 2023 പുതിയ നിയമം നടപ്പാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേരള പോലീസ് തയ്യാറായി കഴിഞ്ഞു എന്ന് തൊടുപുഴ DYSP പൊതുജനങ്ങളോടായിട്ട് നാട്ടുരാജ്യ ന്യൂസിനോട് പ്രതികരിച്ചു. സാർ, ഇന്ന് നമ്മുടെ പോലീസ് നിയമങ്ങൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടായേക്കുവാണ്. 160 വർഷം കൂടി ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ്, ഒരു ജാഗ്രതാ നിർദ്ദേശം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളൊന്ന് സൂചിപ്പിച്ചാൽ മതി. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയും പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഊരാൻ പറ്റാത്ത ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഒന്ന് മനസ്സിലാക്കാം. സ്ത്രീ സുരക്ഷകൾ ഉൾപ്പെടെയുള്ള പുതിയ എല്ലാ നിയമങ്ങളും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡും CRPCയും എവിഡൻസ് ആക്ടുള്ള മൊത്തം നിയമങ്ങളും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ 1/7/2024 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പഴയ നിയമങ്ങൾക്ക് പകരമായിട്ട് ഇന്ന് മുതൽ ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നും പറഞ്ഞ ഒരു പുതിയ നിയമം 1/7/2024 മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കും നമ്മളെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ചാണ് ഈ പുതിയ നിയമം ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഈ പറഞ്ഞതിനെക്കുറിച്ചുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി നമ്മുടെ ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ട്രെയിനിങ്ങും അതുപോലെ കമ്പ്യൂട്ടർ പരിശീലനം ഉൾപ്പെടെയുള്ള ട്രെയിനിങ് നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ഈ 1/7/2024 മുമ്പുള്ള കേസുകൾ മുമ്പുള്ള കേസുകളാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ 1/7/2024 തുടങ്ങി ഈ ദിവസം 1/7/2024 ശേഷമുള്ള കേസുകളെല്ലാം പുതിയ നിയമപ്രകാരം BNS പ്രകാരമാണ് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. നിയമവ്യവസ്ഥയുടെ ഇത് രാഷ്ട്രീയ മതഭേദമന്യേ നിഷ്പക്ഷമായിട്ടൊരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഇന്ന് നിയമവ്യവസ്ഥയിൽ ഒരു നിർണായക ദിനമാണ്. 160 വർഷം കൂടി പോലീസ് നിയമങ്ങളെല്ലാം മാറ്റപ്പെട്ടിരിക്കുകയാണ്. പുതിയ സംവിധാനങ്ങൾ വന്ന് അത് എത്രത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടും? കേരളത്തിൽ നമ്മുടെ രാജ്യത്തും IPC ക്രിമിനൽ നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തതിന് ശേഷം ഇന്നത്തെ ഡേറ്റിൽ പുതിയ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കാലികമായി മാറ്റപ്പെടേണ്ട പല നിയമങ്ങളുമുണ്ട്. അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. 1964 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂള് നാളിതുവരെ ഒരു അവശ്യ സർവീസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇന്ത്യയിൽ ഭേദഗതി ഉണ്ടായിട്ടില്ലായിരുന്നു. അതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. സ്വാഭാവികമായും മാറ്റപ്പെടേണ്ടത് തന്നെയാണ് സാധാരണക്കാരന് നീതി ലഭ്യമാകുന്നതിനും ഉറപ്പാകുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഇന്നു മുതൽ നടക്കുവാനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളും ഈ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നീതി നടത്തിത്തരേണ്ട വക്കീലന്മാർ, അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഇനി പഠനവിധേയമാക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ അവർ പഠിച്ച് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വാദിച്ച് ജയിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രാരംഭ ഘട്ടം അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും നിയമങ്ങൾ ആവശ്യമാണ്, നിയമങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റപ്പെട്ട നിയമങ്ങൾ നമുക്ക് നിവർത്തിച്ചു തരേണ്ട അഭിഭാഷകർ അവർ കാര്യക്ഷമതയോടുകൂടി പഠിച്ചെടുത്ത് ഇനി നമുക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ദുർഘടമായ പാതയിലൂടെയാണ് ഇന്നു മുതൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ളത്. പല നിയമങ്ങളും മാറ്റപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള ആ ഒരു വർത്തമാനം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നിയമത്തിൻ്റെ അപര്യാപ്തത അതിനൊപ്പം തന്നെ നിയമത്തെ ലൂസ് ചെയ്യുന്ന ഒരു പ്രവണത കൂടി കാണുവാൻ കഴിയും. യൂറോപ്യൻ നാടുകളിലും ഗൾഫിലും ശക്തമായ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന നമ്മളുടെ
ഇടയിലുള്ള സഹോദരന്മാർ ആ നിയമം അവിടെ പാലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ ഇവിടെ നിയമം ലൂസ് ചെയ്താലും അതിൻ്റെ പേരിലെ പണിഷ്മെൻറ്റ് ഒരുപക്ഷെ കുറവാണ്, അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിച്ച് ഊരിപ്പോകാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കർശനമായ നിയമങ്ങൾ വരുമ്പോൾ നിശ്ചയമായിട്ടും നിയമലംഘനങ്ങളുടെ എണ്ണം കുറയും എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയുവാനുള്ളത്. അഭിഭാഷകർ അവരോടായിട്ടൊരു അഭ്യർത്ഥന കൂടി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചില കേസുകൾക്ക് ഭീമമായ തുക മേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവരുടെ ഒരു ആളുകളെ ഞാനൊരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് മേൽക്കോടതിയെ സമീപിക്കുന്നതിനും അതിനുള്ള വക്കാലത്തിടുന്നതിനുമുള്ള ഒരു സാമൂഹ്യ സാഹചര്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അഭിഭാഷകരും ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കർശന നിയമങ്ങളിൽ ആളുകൾക്ക് ഒപ്പം പങ്കുചേരണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന നടത്തുവാനും ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പാക്കി വരുന്ന പുതിയ നിയമത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം. സാധാരണ ഒരു പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുത്താൽ സംഭവം നടന്നത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണോ ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ 154 വകുപ്പിട്ട് കേസ് അന്വേഷിക്കാറാണ് പതിവ്. എന്നാൽ പുതിയ മാറ്റത്തിൻ്റെ തുടക്കം നമ്മൾ എവിടെ സംഭവം നടന്നാലും ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാം. അത് 173 വകുപ്പിട്ട് സ്റ്റേഷൻ പരിധിയില്ലാതെ തന്നെ FIR രജിസ്റ്റർ ചെയ്യും. പിന്നീട് സംഭവം നടന്ന പരിധിയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് അന്വേഷണത്തിന് കൈമാറിക്കൊണ്ട് ഊർജിത നടപടിക്രമങ്ങളാണ് തുടർന്ന്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.